കേരള പോലീസിന്റെ തലപ്പത്ത് വൻ അഴിച്ചുപണികൾക്ക് കളമൊരുങ്ങുന്നു. വിവാദങ്ങളെ തുടർന്ന് ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന് സർവീസിൽ നിന്നും സസ്പെൻഷൻ നേരിടേണ്ടി വന്നതും തുടർന്നുണ്ടായ നിയമപരമായ തിരിച്ചടികളുമാണ് ഉന്നതതലത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴിവെച്ചത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ നിധിൻ അഗർവാൾ വിരമിക്കുന്നതോടെ ഒഴിവുവരുന്ന സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിച്ച് ശ്രീജിത്ത് IPSന് DGP റാങ്ക് ലഭിക്കുമെന്ന് ഉറപ്പായി. സീനിയോറിറ്റിയിൽ മുന്നിലുള്ള സുരേഷ് രാജ് പുരോഹിത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ കേന്ദ്ര സർവീസിൽ തുടരുന്നതിനാലാണ് കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ തിളങ്ങിയ ADGP ശ്രീജിത്തിന് സംസ്ഥാന പോലീസിന്റെ പരമോന്നത പദവിയിലേക്കുള്ള വഴി തെളിഞ്ഞത്. നിധിൻ അഗർവാൾ വിരമിക്കുന്നതോടെ റവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത, മനോജ് എബ്രഹാം, ശ്രീജിത്ത് എന്നിവർ DGP റാങ്കുകാരാകും. അതായത് കേരള പോലീസിലെ ആദ്യ 4 പേരിൽ ഒരാളായി ശ്രീജിത്ത് മാറുകയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യാജ ആരോപണങ്ങളാലും വേട്ടയാടലുകളാലും പരീക്ഷിക്കപ്പെടുകയും എന്നാൽ അതിനെയെല്ലാം സ്വന്തം ആത്മാർത്ഥത കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും അതിജീവിക്കുകയും ചെയ്ത ഓഫീസറാണ് കോഴിക്കോട് സ്വദേശിയായ ശ്രീജിത്ത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് യാതൊരുവിധ IPS പാരമ്പര്യവുമില്ലാതെ എത്തിയ അദ്ദേഹം കഠിനപ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് സംസ്ഥാന പോലീസിന്റെ അമരത്തേക്ക് വന്നെത്തി നിൽക്കുന്നത്. പഠനകാലത്ത് വെറും ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്ന ശ്രീജിത്ത് പ്രീ ഡിഗ്രിക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് വെറും 52% മാർക്കായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്താൽ ഇംപ്രൂവ് ചെയ്തപ്പോൾ കിട്ടിയതാകട്ടെ 51%. ചേളന്നൂർ SN കോളേജിൽ BSc മാത്സിന് ചേർന്നപ്പോഴും കലയിലും സാഹിത്യത്തിലുമായിരുന്നു താല്പര്യം. ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം മികച്ചൊരു വയലിനിസ്റ്റ് കൂടിയായിരുന്നു. എന്നാൽ മുൻ കളക്ടറും കവിയുമായ K ജയകുമാർ സംഘടിപ്പിച്ച സിവിൽ സർവീസ് സെമിനാറാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചത്. ആത്മവിശ്വാസം വീണ്ടെടുത്ത് ബിരുദം പൂർത്തിയാക്കിയ അദ്ദേഹം ആകാശവാണിയിലും കസ്റ്റംസിലും ജോലി ചെയ്ത ശേഷം 1996 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പരീക്ഷയായ സിവിൽ സർവീസ് പാസ്സായി IPS നേടി. 1998 കുന്നംകുളം ASP ആയി സർവീസ് ആരംഭിച്ച അദ്ദേഹം വടകരയിലും തലശ്ശേരിയിലും പ്രവർത്തിച്ചു. 1999 സെപ്റ്റംബർ 27 തലശ്ശേരിയിൽ വെച്ചുണ്ടായ രാഷ്ട്രീയ ആക്രമണത്തിൽ ബോംബേറിനിരയായി. സംസ്ഥാനത്ത് ബോംബാക്രമണത്തിനിരയാകുന്ന ആദ്യ IPS ഓഫീസറായിരുന്നു അദ്ദേഹം. 14 സർജറികളിലൂടെയാണ് ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ ജീവനും കാലുകളും വീണ്ടെടുത്തത്. നീതിയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചതോടെ ശത്രുക്കളും വ്യാജ ആരോപണങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. എറണാകുളത്തും കോട്ടയത്തും സേവനമനുഷ്ഠിക്കുമ്പോൾ ഹൈദരാബാദിൽ ട്രെയിനിങ്ങിലായിരുന്ന ശ്രീജിത്തിനെതിരെ വ്യാജ പീഡന ആരോപണങ്ങൾ വരെ മാധ്യമങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ വസ്തുതകൾ നിരത്തി ചാനലുകളിൽ നേരിട്ടെത്തി സത്യം ബോധിപ്പിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ വരെ അന്വേഷിച്ച അദ്ദേഹം പൂർണ്ണ കുറ്റവിമുക്തനാണെന്നും സാക്ഷ്യപ്പെടുത്തി. പാലത്തായി കേസ്, നടി ആക്രമിക്കപ്പെട്ട കേസ്, ചുംബന സമരക്കാരുടെ അറസ്റ്റ് തുടങ്ങി നിരവധി വിവാദ കേസുകൾ അന്വേഷിച്ചപ്പോഴും നീതിയുക്തമായ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. മൂകാംബിക ദേവിയുടെ തീവ്രഭക്തനായ അദ്ദേഹം ജോലിയിലെ തിരക്കുകൾക്കിടയിലും അമ്മ നൽകിയ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നു. അമ്മ സുഭദ്രാമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരമായ S ആണ് തന്റെ പേരിനൊപ്പം അദ്ദേഹം ചേർത്തിരിക്കുന്നത്. 2018 ശബരിമല യുവതീ പ്രവേശന വിവാദകാലത്ത് ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി എത്തിയെങ്കിലും ആക്ടിവിസ്റ്റുകളെ തിരികെ അയച്ച ശേഷം 18-ാം മുഴ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് തൊഴുതു മലയിറങ്ങിയ ചിത്രം മലയാളികൾ മറന്നിട്ടില്ല. ഔദ്യോഗിക കർമ്മവും വ്യക്തിപരമായ വിശ്വാസവും തമ്മിലുള്ള വേർതിരിവ് തെളിയിച്ച നിമിഷമായിരുന്നു അത്. MR അജിത് കുമാറിനെതിരായ നടപടിയെ തുടർന്ന് ആഭ്യന്തര വകുപ്പിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് ഇപ്പോൾ ശ്രീജിത്തിനെ DGP പദവിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്നത്. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന സാധാരണക്കാരായ യുവാക്കൾക്ക് എപ്പോഴും പ്രചോദനമാണ് ADGP ശ്രീജിത്തിന്റെ ജീവിതം.